എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഒത്തിരി ദിവസങ്ങളായി വ്ളോഗ് ഇട്ടിട്ടെന്നറിയാം, ഒരാഴ്ചയോളം ആകുന്നു ഏകദേശം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, എനിക്ക് വയ്യായിരുന്നു. ഒന്നാമത്തെ കാര്യം, ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതയും തൊണ്ടവേദനയും കഫക്കെട്ടും ഒക്കെ ആയിരുന്നു. ശബ്ദമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് നോക്കിയായി വന്നത്. അതുമാത്രമല്ല, നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നതിൻ്റെയും പരിപാടിക്ക് നമ്മുടെ ബന്ധുക്കളെയും റിലേറ്റീവ്സിനെയും ആളുകളെയൊക്കെ വിളിക്കാൻ പോകുന്നതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഷോർട്സ് ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ഒന്നും ഇടാനോ എടുക്കാനോ ഒന്നും പറ്റാതിരുന്നത്. അപ്പോൾ ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എടുത്തു വെച്ചതാണ്. എഡിറ്റ് ചെയ്യാൻ പോലും സമയം കിട്ടിയിരുന്നില്ല. എന്നാലും ഞാൻ ഉറക്കം ഉളച്ചിരുന്ന് എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ പപ്പയും മോളും ഒക്കെ പോയി. ഞാൻ രാവിലെ താഴത്ത് നിന്ന് നമുക്ക് ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ താഴത്ത് നേരത്തെ തന്നെ പോയി കൂന്തൽ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം ഫ്രിഡ്ജിൽ. അപ്പോൾ അതെടുത്ത് വെള്ളത്തിൽ ഇടാണ്. നമുക്ക് ഇതിൻ്റെ ഐസ് വിട്ട് കിട്ടണ്ടേ. അപ്പോൾ രാവിലെ തന്നെ എന്താണ് മീനിലും കൂന്തലിലൊക്കെ കിടന്ന് പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇന്ന് കൊച്ചിനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണം. കുറച്ച് ദിവസമായി ഇങ്ങനെ തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് കിട്ടിയിട്ടില്ല. മനസ്സിന് ഇഷ്ടപ്പെട്ടുള്ളത് കിട്ടുമ്പോൾ റേറ്റ് കൊണ്ട് നമുക്കൊക്കില്ല. നമ്മളങ്ങനെ ഭയങ്കര വലിയ റേറ്റുള്ള സംഗതികളൊന്നും അല്ല എടുക്കുന്നത്. കാരണം ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ്. എന്നാലും തീരെ വില കുറച്ചുമല്ല, നമുക്ക് നല്ല രീതിയിൽ നല്ല ഭംഗിയിൽ വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ റേറ്റൊക്കെ ആയിട്ടോ മേടിച്ച് വന്നപ്പോഴത്തേനും. ദൈവത്തിൻ്റെ ഒരു രീതി ചിലപ്പോൾ ഇഷ്ടം വരുമ്പോൾ അങ്ങനെ ആയിരിക്കാം, നമ്മൾ അതുകൊണ്ടായിരിക്കാം ആ ഒരു ഇതിൽ കൂടി നമ്മളെ കൊണ്ടുപോയത്. അങ്ങനെ ഓർക്കണു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഐസ് വിടാൻ വേണ്ടി കൂന്തലൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. തലേ ദിവസം കുമ്പളങ്ങയും മോര് വച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബീട്രൂട്ടും മെഴുക്ക് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി കുറേശ്ശെയല്ലേ കഴിക്കത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ഇഷ്ടം പോലെ ബാക്കിയുണ്ട്. അതൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത് വൈകിട്ടാകുമ്പോഴത്തേനും ചീത്തയായി പോവും. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനത് പോകുന്നതിന് മുന്നേ തന്നെ ഫ്രിഡ്ജിൽ വെക്കാമെന്നൊക്കെ കരുതിയിട്ടാണ് കേട്ടോ. പിന്നെ മോര് കാച്ചി ഇത് പുറത്തിരുന്നാലും നല്ല അടിപൊളിയാണല്ലോ. എനിക്ക് മാത്രമല്ല കേട്ടോ, ജോക്കൂട്ടനും തീരെ വയ്യായിരുന്നു. അവനും കഫക്കെട്ടൊക്കെ ആയിരുന്നു. ചെറിയ രീതിയിലുള്ള പനിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്കും അവനും ആയിരുന്നു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. എങ്ങനെയൊക്കെയോ ഒരാഴ്ച തള്ളി കൂട്ടി കഴിച്ചു പോയി. പിന്നെ ഈ ചൂടും മാറി മാറി പെട്ടെന്ന് വരുന്ന മഴയും അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ കൊണ്ടിട്ടാണ് ഫിസിക്കലി മെൻ്റലി ഒക്കെ ഭയങ്കര ടയേർഡാണ്. അങ്ങനെ പോകുന്നു. അപ്പോൾ എല്ലാം മാറും. നിങ്ങൾ പറയില്ലേ, ഇതും കടന്നു പോകും. അതെ, എല്ലാം കടന്നു പോകും. എല്ലാ അവസ്ഥകളും വിഷമങ്ങളും ഒക്കെ കടന്നു പോകും. അപ്പം ഞാൻ പുട്ടിനുള്ള പൊടി അവിടെ കൈയോടെ നനച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിന്ന് പുട്ടും പഴവുമാണ്. അപ്പം ഞാൻ കരുതി എന്തായാലും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കുറേ കിടന്നിങ്ങനെ അലയണം. നമ്മൾ ഒരു കടയിലൊന്നും ആയിരിക്കില്ല കയറുക എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. കാരണം കൊച്ചിയിലെ കട മുഴുവൻ ഞങ്ങൾ കയറി ഇറങ്ങി. തോപ്പുംപടി ഫോട്ടോ വെച്ചൊക്കെ കയറി ഇറങ്ങിയിട്ടും നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ല. അപ്പം ഞാൻ പുട്ടിന് പഴം മാത്രമല്ല, നമുക്ക് 3-4 മുട്ടയും കൂടി പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ച് മുട്ട അവിടെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ തലേ ദിവസത്തെ ചോറ് ഞാൻ നന്നായിട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നെറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടും എനിക്ക് സംസാരിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു. പലപ്പോഴും ഭയങ്കര പ്രയാസമാണ്. ശ്വാസം എടുക്കാൻ തന്നെ കഫക്കെട്ട് മൂലം ഇങ്ങനെ ഭയങ്കര പ്രയാസമാണ് തോന്നുന്നത്. ഈ ദിവസങ്ങളിലൊന്നും എനിക്ക് കുഴപ്പമുണ്ടായില്ല കേട്ടോ. ഇടയ്ക്കൊരു ദിവസം ഒരു മഴ നനഞ്ഞു. പിന്നെ ഈ പരിപാടിയൊക്കെ വിളിക്കാൻ പോകുമ്പോൾ തിരിച്ച് വന്ന് കയറുമ്പോൾ ചൂട് സഹിക്കാൻ പറ്റാണ്ടാകുമ്പോഴത്തേനും കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുമല്ലോ നമ്മൾ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ പറ്റിയതാണ്. എന്തെങ്കിലും ആവട്ടെ, അതൊക്കെ മാറും, എല്ലാം ശരിയാവും. മാനസികമായിട്ട് ശാരീരികമായിട്ടൊക്കെ ഓക്കെ ആകും. അപ്പോൾ ഞാൻ കൂന്തൽ ശരിയാക്കാനുള്ള പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും സവാളയൊക്കെ ശരിയാക്കുകയാണ്. കാരണം കൂന്തൽ അത്യാവശ്യം നല്ല ഗ്രേവിയിൽ ഇരുന്നില്ലെങ്കിൽ ഒരു സ്വാദ് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഐസൊക്കെ വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഐസ് പെട്ടെന്ന് വിട്ട് കിട്ടും കേട്ടോ, വലിയ പാടൊന്നുമില്ല. അങ്ങനെ മീൻ പോലെയോ ചെമ്മീൻ പോലെയോ ഉറച്ചങ്ങനെ ഇരിക്കത്തൊന്നുമില്ല. നമുക്കിവിടെ എന്തോ ഭാഗ്യത്തിന് അന്ന് കൂന്തൽ ക്ലീൻ ചെയ്താണ് കിട്ടിയത്. ഈ അന്തിച്ചന്തയിലൊക്കെ പോകുമ്പോൾ തോപ്പുംപടി മാർക്കറ്റിലൊരു അന്തിച്ചന്തയുണ്ട്. അവിടുത്തെ അമ്മച്ചിമാരൊക്കെ നന്നായിട്ട് മീൻ ക്ലീൻ ചെയ്ത് തരും. അപ്പം ഞാൻ പറഞ്ഞു, എന്തായാലും അവിടെ നിന്ന് മേടിച്ചാൽ മതി ഏട്ടാ, ഞാൻ മീൻ വെട്ടണ്ടല്ലോ. പക്ഷേ ഏട്ടൻ എപ്പോഴും വരുമ്പോഴത്തേനും വൈകും. അപ്പോൾ ഈ പാതിരാത്രി മീൻ കൊണ്ടുവരുമ്പോഴത്തേനും കറി വയ്ക്കാൻ എനിക്ക് പൊതുവേ മടിയാണ്. പക്ഷേ മീനാകുമ്പോൾ അങ്ങനെ വെക്കാണ്ടിരുന്നാലും ഇഷ്ടപ്പെട്ട് മേടിച്ചിട്ട് വരുമ്പോൾ വെച്ച് കൊടുത്തിരിക്കും നമുക്കൊരു സങ്കടമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ക്ഷമിച്ച് സഹിച്ചൊക്കെ നിൽക്കുന്നതല്ലേ ജീവിതം. അവർ നമുക്ക് വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നത്. അപ്പോൾ ആഗ്രഹിച്ചിത്തിരി എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമ്പോൾ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഒരു സങ്കടമല്ലേ. അപ്പോൾ അങ്ങനെ
കൂന്തലൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി അരിഞ്ഞവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മൾ പുഴുങ്ങാൻ വെച്ചിട്ടുള്ള പഴമൊക്കെ ആയിട്ടുണ്ട്. ഈ പഴമൊന്നും ഞാനും ഏട്ടനും മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. ഇവിടെയുള്ള 2 കിടുങ്ങാമണികളും ഈ പഴം ഒന്നും കഴിക്കത്തില്ല. അവർക്ക് പച്ചപ്പഴമാണ് ഇഷ്ടം. പച്ചപ്പഴം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴുത്ത പഴം, പുഴുങ്ങാണ്ടോ അല്ലാണ്ടുള്ള പഴം. പിന്നെ ഇങ്ങനെ കഴിക്കും, നെയ്യിൽ നന്നായിട്ടൊന്ന് ചുട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടിട്ടൊന്ന് മൊരിയിച്ചിട്ടേ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കഴിച്ചോളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് ഞാൻ കഴിപ്പിച്ചിട്ടോ, കാരണം എല്ലാത്തിൻ്റെയും രുചി മക്കൾ അറിഞ്ഞിരിക്കണ്ടേ. കുറച്ച് ഉപ്പും വെളിച്ചെണ്ണ ഇട്ടിട്ടാണ് ഞാൻ ഇതാ മുട്ട പുഴുങ്ങിയെടുത്തത്. അപ്പോൾ ഒട്ടും തന്നെ പൊട്ടത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാ ഇനി നമ്മളെ കൂന്തൽ വേവിക്കാൻ വേണ്ടി വെക്കാം. എൻ്റെ സംസാരത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്, ഒന്ന് ക്ഷമിക്കുക. ആ കഫക്കെട്ടിൻ്റെയും ഒരു തൊണ്ടവേദനയുടെയൊക്കെയാണ്. നിങ്ങളുടെ അടുത്തേക്ക് വന്നില്ലെങ്കിൽ എങ്ങനെയാന്ന് കരുതിയിട്ടാണ്, നിങ്ങളും എൻ്റെ ഫാമിലി മെമ്പേഴ്സ് അല്ലേ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാൻ എന്താ ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ക്ഷമിക്കുക. നമുക്ക് അസുഖങ്ങളൊക്കെ മാറുമ്പോൾ നല്ല രീതിയിൽ വരാം. മെൻ്റലി ഞാൻ കുറച്ച് വീക്കാണ്, മനസ്സുകൊണ്ടും കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം മാറും, അതെല്ലാം കടന്നു പോകും. അപ്പോൾ അതാ ഞാൻ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടത് വേഗം വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ കൂന്തലൊക്കെ അവിടെ ഇരുന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ചോറ് ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ചോറും അധികം ഉണ്ടായിരുന്നു. അരിയിട്ട് വേറെ വെക്കേണ്ടിയൊന്നും വന്നില്ല, ഞാൻ തലേദിവസം വൈകിട്ട് വെച്ചതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും പോയിട്ട് വരുമ്പോഴത്തേനും സന്ധ്യ ആവുമെന്ന് എനിക്കറിയാം. ഞാൻ വൈകിട്ടാകുമെന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. പക്ഷേ സന്ധ്യ കഴിഞ്ഞു, ഏകദേശം ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് തളർന്നോട്ടിഞ്ഞ് പഞ്ഞപ്പതൊക്കെ ആയിട്ടാണ് നമ്മളതാ ഇവിടെ എത്തിയത്. അപ്പോൾ കൂന്തൽ ഞാൻ എന്താ അപ്പുറത്തെ അടുപ്പത്തേക്ക് വെച്ചിട്ട് പുട്ട് ശരിയാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ നമുക്ക് പണികളൊക്കെ വേഗം വേഗം തീർക്കാം. ഈ ചൂടിൻ്റെയും പിന്നെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുടെയൊക്കെയാണെന്ന് തോന്നുന്നു എൻ്റെ ജോലികളൊന്നും ഇപ്പം അങ്ങനെ സ്പീഡിൽ തീരുന്നില്ല. ഭയങ്കര എന്തൊക്കെയോ ഒരു പരിപാടിയുടെ ടെൻഷനോ അങ്ങനെ എന്തൊക്കെയോ ആണ്. അതൊക്കെ ആകും, നമ്മൾ ആദ്യമായിട്ട് നടത്തുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമോ ഒരു ടെൻഷനൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിലെല്ലാം പറഞ്ഞ് എല്ലാം അർപ്പിച്ച് അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ ഇതാ പുട്ടിന് ഞാനിപ്പോൾ പീരിയിടും കേട്ടോ. നേരത്തെ എൻ്റെ വ്ളോഗ് പണ്ടേ മുതൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, ഞാൻ പീരിയില്ലാത്ത പുട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ഞാൻ എന്താ പീരിയിട്ടിട്ടാണ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ പീരിയിടുമ്പോഴാണെങ്കിലും കഴിക്കുന്നുണ്ട്. ആരൊക്കെയോ പറഞ്ഞു തന്നു, നിങ്ങളെന്താണ് പീരിയിടാത്ത പുട്ടാണോ തിന്നുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേനും ശരിയാണല്ലോ, പീര് തന്നല്ല എന്താ കുഴപ്പം അവർക്ക്. ഞാൻ പറഞ്ഞതൊന്നും തലയിൽ കയറിയില്ല. പറയും ഇതിപ്പോൾ ആര് പറഞ്ഞിട്ട് തലയിൽ കയറി, അതുകൊണ്ട് ഇപ്പോൾ പീരിയിട്ട പുട്ടാണ് ഇപ്പോൾ കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ സൂക്ഷിച്ചാണ് കുക്കറിൽ നിന്ന് ഇതൊക്കെ എടുക്കണം. അന്ന് നമ്മൾ തെറിച്ച് പോയതാണല്ലോ. വലിയൊരു രീതിയിൽ നിന്നുള്ള അപകടത്തിൽ നിന്ന് ഒഴിവായതാണ് ഈശ്വര. അപ്പോൾ ഞാനിപ്പോൾ പുട്ടിൻ്റെ തീ വളരെ കുറച്ചിട്ട് ആ പുട്ടിൻ്റെ അച്ചിൻ്റെ ആ മൂടി ഞാനങ്ങ് മാറ്റിയിട്ട് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് തീ തീരെ ആ ആവി വരുന്നത് കുറച്ചങ്ങ് കുറയുമ്പോഴത്തേനും ഞാൻ അതിൽ നിന്ന് എടുക്കത്തുള്ളൂ. ഇതിൽ വെച്ച് കിട്ടാനൊരു ഇച്ചിരി പണിയാണ്, ഉപയോഗിക്കാൻ കുഴപ്പമില്ല. നമ്മളിപ്പോൾ കൈവഴക്കം വരുമ്പോഴത്തേനും നമുക്കത് ഓക്കെയാണ്. പിന്നെ അപ്പുറത്ത് നമ്മുടെ കൂന്തൽ നല്ല സ്ഥലമായിട്ട് നല്ല ടേസ്റ്റുള്ളൊരു ഇതാണ് കേട്ടോ. ഞാൻ ആ കല്യാണത്തിന് മുമ്പ് കൂന്തലൊന്നും കഴിച്ചിട്ടില്ല. കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പച്ച പൊതുവേ ഈ ചെമ്മീൻ, ഞണ്ട്, കക്കറച്ചി, കൂന്തൽ, ചെമ്മീൻ മേടിക്കും, പിന്നെ കക്കറച്ചി, കൂന്തൽ ഇതൊക്കെ മേടിക്കൽ കുറവായിരുന്നു. എൻ്റെ മോൾക്ക് ഇത് കഴിച്ചതേക്കില്ല. പണ്ടെപ്പോഴും ഇച്ചിരി കക്കറച്ചി കഴിച്ചപ്പോഴത്തേനും വയറുവേദന വന്നെന്ന് പറഞ്ഞിട്ട് ഈ വക സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല. ഒറ്റ മകളായതുകൊണ്ട് ഭയങ്കര പാമ്പർ ചെയ്തിട്ടാണ് വളർത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ അമ്മ അങ്ങനെയല്ല കേട്ടോ. അപ്പൻ ഒരടി പോലും അടിച്ചിട്ടില്ല. പക്ഷെ അമ്മ അച്ചാലും മുച്ചാലും വട്ടത്തിലും നീളത്തിലൊക്കെ എന്നെ അടിച്ചടിച്ചടിച്ച് എന്താ പറയുക. പക്ഷെ അതൊക്കെ ഞാനിപ്പോൾ മിസ് ചെയ്യുന്നു. ഇടയ്ക്ക് ഞാൻ ഓർക്കാം അമ്മയുടെ ഒരു അടി കൊണ്ടേച്ചെങ്കിൽ ഞാൻ കുറച്ചും കൂടി നന്നായേനെന്ന്. അപ്പോൾ കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് 2-3 പച്ചമുളക് കരിഞ്ഞിട്ടിട്ട് അവിടെ വേകാൻ വേണ്ടി. അപ്പോൾ ആ കൂന്തലിൻ്റെ ആ ഒരു സ്വാദ് തേങ്ങാക്കൊത്തിലേക്കൊക്കെ ഒന്ന് പിടിക്കുമല്ലോ. അപ്പോൾ നല്ല രുചിയിൽ നമുക്കങ്ങ് കഴിക്കാം. അപ്പോൾ ചോറൊക്കെ അവിടെ വാർത്ത് വെച്ചിട്ടുണ്ട്, കൂന്തൽ അവിടെ റെഡിയാവുന്നുണ്ട്, പുട്ട് റെഡിയാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റെഡിയാകുന്ന നേരത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ചടപടീന്ന് പറഞ്ഞ് ഞാൻ ആ സ്ലാബിൻ്റെ പുറവും അടുക്കളയും വീടിൻ്റെ അകവും ഒക്കെ ഒന്ന് ഓടിച്ചിട്ടൊന്ന് അടിച്ചിടുന്നൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം നമുക്ക് പോകണ്ടേ, നല്ല തിരക്കാണ്. ഞാൻ വീഡിയോ ഇതെടുത്തു, വീട് ക്ലീൻ ചെയ്യുന്നത് എടുത്തു കേട്ടോ. അടുക്കള തുടച്ച് മെനയാക്കിയിരുന്നൊന്നും എടുത്തൊന്നുമില്ല. ഇപ്പം നമുക്ക് ഫസ്റ്റ് ക്ലീൻ ചെയ്യുന്നത് എപ്പോഴും ഈ സ്റ്റെയർ കേസാണ്. എല്ലാവരും ചോദിക്കും എന്താണ് ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് ഹൈറ്റ് പോലെ, ടെറസ് എന്താ ഇങ്ങനെ കയറിയ. നമ്മൾ ഫ്രണ്ടിലേക്ക് എടുത്തുന്ന പോർഷൻ കുറച്ച് പൊക്കി എടുത്തിരിക്കുന്നത്.
അപ്പോൾ താഴത്ത് അതേപോലെ തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് പൊക്കത്തും അങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ധൃതിക്കാണ് ഞാൻ ചെയ്യണത്. സ്റ്റാൻഡേ പടെ പൊക്കി എടുത്തിട്ടാണ് തിരിച്ച് ഞാൻ വെച്ചത്. എന്നിട്ട് വേഗം ഈ സ്റ്റെയർ ഞാൻ അടിച്ച ശേഷമാണ് വീടിൻ്റെ അകം അടിക്കുക. കാരണം സ്റ്റെയറിൻ്റെ അവിടെ അകത്തേക്ക് കയറുന്ന അവിടെ ഒരു കട്ടിലയുടെ കട്ടിങ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് അടിച്ച് നേരെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ പാടാ. അപ്പോൾ ഇവിടെ ഇങ്ങനെ അടിച്ച് പുറത്തേക്ക് കളയും. അപ്പോൾ ആ നേരം കൊണ്ട് ജോക്കുട്ടൻ എഴുന്നേറ്റ് വന്നു. തട്ടലും മുട്ടിലൊക്കെ ഇട്ടപ്പോൾ അവൻ എഴുന്നേറ്റ്. അപ്പോൾ ഞാൻ പിന്നെ കിടന്നോളാമെന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകണമല്ലോ. അപ്പോൾ ഞാൻ അവനെ എഴുന്നേൽപ്പിച്ചും. ഇപ്പോൾ തന്നെ വരാട്ടോ, വേഗം പണി തീർത്തിട്ട് ഓടി വരാട്ടോ. കുളിപ്പിച്ചൊന്നുമില്ല, കുഞ്ഞുങ്ങളെ മേലെ കഴുകിച്ചുള്ളൂ. അവൻ അന്ന് മുതൽ തന്നെ ഒരു ചെറിയൊരു ചീറാപ്പുണ്ട്, ചെറിയൊരു അസ്വസ്ഥതയുണ്ട്. അപ്പം ഞാൻ അപ്പോഴേക്കും പപ്പയും മക്കളും വന്നു. എനിക്ക് കൂന്തലൊന്നും ശരിയാക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ കഴിക്കാനുള്ളത് വേഗം എടുത്തു വെച്ചു. അന്നമ്മോളോട് ഞാൻ ഡ്രസ്സ് മാറണ്ടെന്ന് തന്നെയാണ് കേട്ടോ പറഞ്ഞത്. കാരണം അവളുടെ ദേഹത്തൊന്നും അങ്ങനെ ആക്കൽ കുറവാണ്. വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇച്ചിരി ആക്കിയാലേ ഉള്ളൂ. പക്ഷേ ആയിരിക്കുന്ന പപ്പ ആക്കും. അതുകൊണ്ട് പപ്പനോട് ഞാൻ പറഞ്ഞു ഡ്രസ്സ് മാറിക്കോളൂ, നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡ്രസ്സ് മാറിയതാ. അന്നേരത്ത് ഞാൻ കുറച്ച് ഫ്രൂട്ട്സും കൂടി അരിഞ്ഞു വെച്ചു കേട്ടോ. ഭയങ്കര ചൂടല്ലേ, ഭയങ്കര ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉള്ളിലൊരു ബലം വേണമല്ലോ. അപ്പം ഞാൻ അങ്ങനെ പപ്പായ, പഴുത്ത പപ്പായ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പഴം വെച്ചിട്ടുണ്ട്. പഴം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇവർ ചിങ്ങം പഴം മേടിച്ചിട്ട് വന്നു, പപ്പയും മോളും കാറ്റീസം കഴിഞ്ഞ് വരുന്ന വഴി. അപ്പോൾ അവർക്ക് ചിങ്ങമ്പഴം കൂട്ടി കഴിക്കട്ടെ. ഞാൻ പുഴുങ്ങിയ പഴവും കൂട്ടിയിട്ടാണ് കഴിക്കണത്. അപ്പം ഞാൻ പൊളിച്ച് വെച്ച നമ്മുടെ ഉള്ളി സവാളയൊക്കെ താഴ്ത്ത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചോളൂ കേട്ടാന്ന് പറഞ്ഞിട്ട് കൊടുത്തു. പിന്നെ ഞാൻ പോയി മേലൊക്കെ കഴുകി റെഡിയായി വന്നു. പിന്നെ ഞാൻ പോവാണ് കേട്ടോ, റെഡിയാവുകയാണ്. കൂന്തലൊന്നും ശരിയാക്കാൻ പറ്റില്ല. കാരണം ഏട്ടൻ പറഞ്ഞു നമുക്കൊരു 9:30 ഇറങ്ങണം, എന്നാലേ എത്തുള്ളൂ. കാരണം പുള്ളിക്കാരനൊരു പ്ലാനിങ് ഉണ്ട്. ഇന്നതിങ്ങനെയാണ്, ഇത്ര പേർക്ക് ഡ്രസ്സ് എടുക്കണം, ഇതൊക്കെ എടുക്കണം എന്നുണ്ട്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് നിന്നില്ലെങ്കിൽ ഏട്ടന് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിതാ ആ ഒരു പറഞ്ഞ സമയത്തിനകം തന്നെ ഇറങ്ങുകയാണ്. കൂന്തൽ പിന്നെ വേവിച്ച് വെച്ചേക്കുന്നുണ്ട്, ചീത്തയാവത്തില്ല. ആ ചട്ടിയിൽ അങ്ങനെ ഇരുന്നോളും. വന്നിട്ട് ചെയ്യാമെന്ന് കരുതി. ചോറുണ്ടല്ലോ, പിന്നെ ചാറൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിതാ ഏട്ടന് വെള്ളം വേണം. ഭയങ്കര ചൂടായതുകൊണ്ട് അപ്പം വെള്ളം കുടിക്കും ഇവിടെ എല്ലാവരും. അതുകൊണ്ട് വെള്ളം ഞാൻ തിളപ്പിച്ച് എപ്പോഴും വെച്ചേക്കും. ഒന്നെങ്കിൽ ജീരക വെള്ളം, അല്ലെങ്കിൽ നമ്മുടെ പതിമുഖമില്ലേ അതിട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചേക്കും. അങ്ങനെ റെഡിയാവുകയാണ്. പ്രാർത്ഥിച്ച് വേഗം നമ്മൾ വീടൊക്കെ പൂട്ടി പോവുകയാണ്. വീടൊക്കെ പൂട്ടി പോയി നമ്മൾ പെരയ്ക്കകത്ത് നിൽക്കുമ്പോൾ അത്രയ്ക്ക് ചൂടറിയില്ല കേട്ടോ. പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഭയങ്കര, നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അങ്ങനെ നമ്മളിതാ താഴ്ത്ത് പോയി യാത്രയൊക്കെ പറഞ്ഞ് പോവുകയാണ്. നമ്മൾ വന്നപ്പോഴത്തേന് കുറേ നേരമായി. എന്നാലും തുണിക്കടയിൽ കയറിയ കുറച്ച് ക്ലിപ്പിങ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഷോപ്പിംഗ് വ്ളോഗ് എന്നൊക്കെ പറഞ്ഞാൽ അത് മാത്രമായിട്ട് ചെയ്യണമെന്നൊക്കെ ഞാൻ ഓർത്തതാണ്. പക്ഷെ നമ്മൾ ഈ 4 പേരിലേ ഉള്ളൂ. ഡ്രസ്സ് വെച്ച് നോക്കാനും എടുക്കാനും ഒക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയാണ് കേട്ടോ. നമ്മൾ ഈ നമുക്ക് ഒരാളും കൂടി എക്സ്ട്രാ ഉണ്ടെങ്കിൽ ആളെ കൊണ്ട് വീഡിയോ എടുക്കാം. അതങ്ങനെയാണ്. നമുക്കിപ്പോൾ കുഞ്ഞിൻ്റെ കാര്യത്തിന് അവൾ ഡ്രസ്സ് വെച്ച് നോക്കണം, അളവ് പാകാണോ നോക്കണം, ട്രയൽ റൂമിൽ കൊണ്ട് ഡ്രസ്സ് ഇടിയിച്ച് നോക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും വീഡിയോ കണ്ടിന്യൂസ് എടുക്കാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പം നമ്മൾ ഫസ്റ്റ് പോയത് ഷിമാട്ടിയിലേക്കാണ്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേനും കുറേ കളക്ഷൻസ് ഉണ്ടെങ്കിലും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കിട്ടിയില്ല. നമ്മുടെ മനസ്സിലൊരു ഇതുണ്ടാവുമല്ലോ, അപ്പോൾ അതനുസരിച്ച് കിട്ടിയില്ല. കിട്ടുന്നതൊക്കെ ആണെങ്കിൽ നമ്മുടെ മനസ്സിനുള്ളൊരു ഇതല്ല. പിന്നെ ഞങ്ങൾ ജയലക്ഷ്മി പോയപ്പോഴത്തേനും അവിടെ അധികം കളക്ഷൻസ് ഉള്ളതായിട്ട് തോന്നിയില്ല. ഉള്ളത് നല്ലതായിരുന്നു, പക്ഷെ അത് അധികം നമുക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ജയലക്ഷ്മിയിൽ കുറച്ച് നേരം നിന്നു. നമ്മൾ എല്ലായിടത്തും ഇങ്ങനെ പറഞ്ഞിട്ട് വന്നേ, ബാക്കിയുള്ളിടത്തൊക്കെ ഒന്ന് കയറിയിട്ട് വരട്ടെ, എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവിടെ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ വന്നിട്ട് തിരിച്ചെടുക്കാം കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഇവിടെയും അങ്ങനെ, കാരണം ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫങ്ഷൻ ആയതുകൊണ്ട് തന്നെ കൂടുതൽ കളക്ഷൻസ് ഇവിടെ ജയലക്ഷ്മിയിൽ കൂടുതൽ സാരീസാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങളിതാ പിന്നെ വന്നത് കല്യാൺ സിൽക്സിലാണ്. നമ്മൾ സ്ഥിരം വരുന്ന സ്ഥലമാണ്. ഞാൻ ആദ്യം ഓർത്ത് പോയി ഇങ്ങോട്ട് തന്നെ വന്നാൽ മതി. നിൽക്കുന്ന ചേച്ചിയെ കണ്ടോ, നമ്മുടെ അയൽക്കാരിയാണ് കേട്ടോ. ഇവിടെ വന്ന ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ആ ചേച്ചിയാണ്. നമ്മുടെ കൂടെ നിന്ന് എന്താ പറയുക, എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന് നമ്മുടെ ഒപ്പം തന്നെ ജോക്കുട്ടനുള്ള ഡ്രസ്സും എനിക്കുള്ളത് ചേട്ടനുള്ളത്
ചേച്ചിക്കുള്ളത് എല്ലാം നല്ല ഒരു സമാധാനമായിരുന്നു. അപ്പം നമ്മൾ ഉച്ച വരെ നേരം പിടിച്ചു അന്നമ്മോൾക്കും ജോക്കുട്ടനും ഉള്ള ഡ്രസ്സ് എടുക്കാൻ. പിന്നെ വിശന്ന് കണ്ണെത്തി തരം മഴയപ്പം ഞാൻ പറഞ്ഞു ഏട്ടാ ഫുഡ് കഴിക്കാം. 3 മണിയായപ്പോഴത്തേനും പിള്ളേരൊന്നും നിൽക്കുന്നില്ല, നിങ്ങൾക്ക് ഈ 1 മണിക്ക് തന്നെ ഫുഡ് കൊടുത്ത് ശീലിപ്പിച്ചിട്ടെ എനിക്ക് തോന്നുന്നു ഒരു 2:30 മണിയോ എന്തൊക്കെയോ ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഞങ്ങളിതാ റഹ്മാനിയയിൽ പോയിട്ട് പെൻറ്റാമേനൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളിതാ മേനൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ടേണിങ് ഉണ്ടല്ലോ, അവിടെയാണ് റഹ്മാനിയ. അവിടെ പോയിട്ട് നമ്മൾ ബിരിയാണി കഴിച്ചു. അവിടുത്തെ ബിരിയാണി നല്ല ബിരിയാണിയാണ് കേട്ടോ, വേറെ ഫ്ലേവേഴ്സോ കളറുകളോ ഒന്നും ചേർക്കാത്ത നല്ല ബിരിയാണിയാണ്. നമ്മൾ പിന്നെയും തിരിച്ചു വന്നു. ഇപ്പോൾ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ബില്ലൊക്കെ ചെയ്തു. പിന്നെ എന്താ വീട്ടിൽ വന്നിട്ട് ഞാൻ എന്താ കൂന്തൽ ശരിയാക്കുകയാണ്. അപ്പോൾ ഒരു അലച്ചിൽ പിടിച്ച ദിവസത്തെ വ്ളോഗാണ്. അപ്പോൾ ഇതാ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് തിന്നണത് കുക്കീസാണ് കേട്ടോ, വന്നപ്പോഴും എനിക്ക് വിശപ്പാണ്. അങ്ങനെതാ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്